നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികന് പരിക്ക്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരന് പരിക്ക് പറ്റി. തൃത്താല സ്വദേശി സാബിത്തിനാണ് പരിക്ക് പറ്റിയത്. ഇയാളെ പട്ടാമ്പി സേവനാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. മേലെ പട്ടാമ്പി കൊപ്പൻ സ്മാളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്ക് പറ്റിയ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പിന് കൂറ്റനാടും ഷൊർണൂരും സ്വീകരണം നൽകി. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്രയ്ക്കാണ് വട്ടേനാട് സ്കൂളിലും ഷൊർണൂർ KVR സ്കൂളിലും സ്വീകരണം നൽകിയത്. കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പുമായുള്ള യാത്രയ്ക്ക് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് വട്ടേനാട് സ്കൂളിൽ താളമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണം ഒരുക്കിയത്. സ്വീകരണ ചടങ്ങ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശശിരേഖ, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിൽകുമാർ, പ്രിൻസിപ്പൽ ഇൻചാർജ് CA അഞ്ജന, പ്രധാന അധ്യാപകൻ ശിവകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. അനുവദിച്ച വാങ്ങിയ ബസ് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 24 ലക്ഷം രൂപയുടെ ബസ് വന്നു. പക്ഷേ ഒരു നിയമക്കുരുക്ക് അതിൽ വന്നുപെട്ടു. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, ബ്ലോക്കിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. കുട്ടികളുടെ ബസ്സിന് പകരം സ്റ്റാഫ് ബസ് എന്ന് എഴുതി കൊടുത്തു. ഇനിയിപ്പോൾ അത് ആ നിയമക്കുരുക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറോടൊക്കെ ഞാൻ തന്നെ സംസാരിച്ച് പരിഹരിച്ചിട്ടുണ്ട്. പെയിന്റ് മാറ്റി ഉപയോഗിക്കാം എന്ന് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പെയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് ആ ബസ് കൂടി കിട്ടും. അധികം വൈകാതെ കിട്ടും കേട്ടോ. ബസ് റെഡിയാണ്. അപ്പോൾ 2 ബസ്സായി. PTA ബസ് പിന്നെ MLA ബസ് 2 1 കോടി രൂപ വട്ടനാട് സ്കൂളിന് അനുവദിച്ചിരുന്നു. അതിൽ 24 ലക്ഷം രൂപയ്ക്കാണ് ബസ് വാങ്ങിയത്. ബാക്കി 76 ലക്ഷം രൂപ ഇവിടെ PTA സ്വാതന്ത്ര്യത്തിൽ അത് വിനിയോഗിക്കാം. അവരെന്നോട് ആവശ്യപ്പെട്ടത് ഒരു എന്താണ് ചാലിശ്ശേരിയിലെ ദേശീയ സരസ് മേളയിലൂടെ തൃത്താലയുടെ പെരുമ ഇനി ഇന്ത്യയുടെ നെറുകയിൽ. സരസ് മേളയുടെ മഹാവിജയം മന്ത്രി MB രാജേഷിന്റെ വികസന ദൂരക്കാഴ്ചയുടെ നേട്ടം കൂടിയായി മാറുകയാണ്. പറയിപെറ്റ പന്തിരുകുലത്തിന്റെ ഐതിഹ്യങ്ങളോർക്കുന്ന തൃത്താലയുടെ മണ്ണിൽ പുതിയൊരു ചരിത്രം കുറിച്ച് ദേശീയ സരസ് മേള സമാപനത്തോടടുക്കുന്നു. ജനുവരി 2 മുതൽ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിൽ ഇറങ്ങിയിരുന്ന ഈ ജനകീയോത്സവം തൃത്താലയുടെ പെരുമയെ രാജ്യമാകെ ഉയർത്തിക്കാട്ടുകയാണ്. സാധാരണയായി വൻ നഗരങ്ങളിൽ മാത്രം നടക്കാറുള്ള ദേശീയ സരസ് മേളയെ തൃത്താലയുടെ ഗ്രാമീണതയിലേക്ക് എത്തിച്ചതും അത് വൻ വിജയമാക്കിയതും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രമാണ്. മേളയുടെ ഓരോ ഘട്ടത്തിലും മന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ടായിരുന്നു. വേദിയുടെ കാൽനാട്ടൽ മുതൽ സ്റ്റാളുകളുടെ വിന്യാസത്തിലും ഫുഡ് കോർട്ടിലുമെല്ലാം അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി. മേള ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ദീർഘദൂര ഓട്ടം ഉൾപ്പെടെയുള്ള വേറിട്ട പ്രചരണ പരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. തിരക്കിട്ട ഭരണനിർവഹണത്തിനിടയിലും കാലത്തും വൈകുന്നേരവും മേളനഗരിയിൽ മന്ത്രിയുടെ സാന്നിധ്യം സജീവമായിരുന്നു. പ്രാദേശിക സംരംഭകരെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പുതിയ സാധ്യതകളാണ് ഈ മേള തുറന്നിട്ടത്. അതിൽ പ്രധാനമാണ് തൃത്താലയുടെ സ്വന്തം തൃത്താല പായസം എന്ന പുതിയ ബ്രാൻഡിന്റെ വരവ്. തൃത്താലയുടെ സംരംഭക മേഖലയെ ആധുനികവൽക്കരിക്കാനും വിപുലപ്പെടുത്താനും ഈ മേളയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പരാതികൾക്കിടമില്ലാത്ത വിധം ഇത്രയും വലിയൊരു ദേശീയ മേള സംഘടിപ്പിക്കാനായത് മന്ത്രിയുടെ മികച്ച സംഘാടന പാടവത്തിന്റെ തെളിവാണ്. വൈകുന്നേരങ്ങളിൽ കലാസാംസ്കാരിക വേദികളിൽ ഒരു സാധാരണക്കാരനായി ഇരുന്നുകൊണ്ട് പരിപാടികൾ ആസ്വദിക്കുന്ന മന്ത്രി MB രാജേഷ് ഈ മേളയുടെ ഹൃദയമിടിപ്പായി മാറി. തൃത്താലയുടെ ചരിത്രത്തിൽ സരസ് മേള കുറിച്ചിരിക്കുന്നത് വികസനത്തിന്റെ പുതിയൊരു അധ്യായമാണ്. ദേശീയ സരസ് മേളയുടെ ഊട്ടുപുര കാക്കുന്ന കാവലാളുകൾ ഉറക്കമില്ലാത്ത രാവുകളുമായി ഈ 70 അംഗ ഫുഡ് കമ്മിറ്റി മേളയുടെ വിജയത്തിനായി കഠിനാധ്വാനം തുടരുകയാണ്. ചാലിശ്ശേരി ദേശീയ സരസ് മേളയുടെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ രുചി വൈവിധ്യങ്ങളാണ്. എന്നാൽ 10,000 ഒഴുകിയെത്തുന്ന ഈ ഫുഡ് കോർട്ടിന് പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ചെയർമാനായ സരസ് മേള ഫുഡ് കമ്മിറ്റി 70ഓളം സന്നദ്ധ പ്രവർത്തകരാണ് മേളയുടെ ഈ യൂട്ടുപുര സജീവമായി നിലനിർത്താൻ രംഗത്തുള്ളത്. രാവിലെ 9 മണിക്ക് പ്രാതൽ വിതരണത്തോടെ തുടങ്ങുന്ന ഇവരുടെ ഡ്യൂട്ടി അവസാനിക്കുന്നത് പുലർച്ചെ 2:30-യോടെയാണ്.
കണക്കുകൾ തീർത്ത് ഇവർ ഉറങ്ങാനെത്തുമ്പോൾ നേരം 3 മണി കഴിഞ്ഞിട്ടുണ്ടാകും. കേവലം ഒരു കമ്മിറ്റി എന്നതിലുപരി ഫുഡ് കോർട്ടിലെ സംരംഭകർക്ക് ആവശ്യമായ പാചകവസ്തുക്കളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും കൃത്യസമയത്ത് എത്തിച്ചു നൽകുന്നത് ഇവരാണ്. 35 സ്റ്റാളുകൾക്കായി 5 കൂപ്പൺ കൗണ്ടറുകളാണ് കമ്മിറ്റിക്ക് കീഴിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഐഫോൺ കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെ ഏറ്റവും വേഗത്തിലും സുതാര്യമായും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കാനും കൃത്യമായ ബില്ലിങ്ങിനും ഈ സംവിധാനം വലിയ കരുത്താണ് പകരുന്നത്. രുചി മാത്രമല്ല, ഗുണനിലവാരവും ശുചിത്വവുമാണ് ഇവരുടെ മുഖമുദ്ര. ക്വാളിറ്റി മാനേജ്മെന്റ്, ഹൈജീൻ, വേസ്റ്റ് മാനേജ്മെന്റ് എന്നിങ്ങനെ വിവിധ തലങ്ങളിലായാണ് ഈ 70 അംഗ സംഘത്തിന്റെ പ്രവർത്തനം. വിളമ്പുന്ന ഭക്ഷണത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ ഫുഡ് കോർട്ട് പരിസരം മാലിന്യമുക്തമായി സൂക്ഷിക്കാനും ഇവർ അതീവ ജാഗ്രത പുലർത്തുന്നു. സരസ് മേളയുടെ ഓരോ വിജയത്തിനു പിന്നിലും ഇത്തരം കഠിനാധ്വാനത്തിന്റെ കഥകളുണ്ട്. സ്വന്തം ഉറക്കം മാറ്റിവെച്ച് മേളയ്ക്കെത്തുന്നവരുടെ വയറും മനസ്സും നിറയ്ക്കാൻ പ്രയത്നിക്കുന്ന ഫുഡ് കമ്മിറ്റിയുടെ സേവനം ഈ മേളയുടെ തിളക്കം വർദ്ധിപ്പിക്കുകയാണ്. ഒരു മിനി ഇന്ത്യയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെയധികം സൗഹാർദ്ദത്തോടു കൂടി ഒരു ഇന്ത്യയുടെ മിനിയേച്ചറാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം അതുപോലെ തന്നെ അട്ടപ്പാടി വനസുന്ദരി ഏറ്റവും മികച്ച രീതിയിൽ വനസുന്ദരിക്ക് നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ ലഭിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ വേസ്റ്റ് ഏറ്റവും വലിയൊരു പ്രശ്നം നേരിടുന്നത് വേസ്റ്റിനായിരുന്നു. പക്ഷെ അത് വളരെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം സംതൃപ്തമായിട്ടാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും പിരിഞ്ഞു പോകുന്നത് എന്നുള്ളത് കൊണ്ട് സംഘാടകർക്കും വളരെയധികം ആത്മാഭിമാനം തോന്നുന്ന ഒരു സംഗതിയാണ്. സരസ് മേളയിൽ മുഴങ്ങുന്നത് ക്രിസ്റ്റൽ ക്ലിയർ നാദം. ആസ്വാദകരെ വിസ്മയിപ്പിച്ച കൊല്ലം അസീസ് സൗണ്ട്സും അജയ് എന്ന സൗണ്ട് എഞ്ചിനീയറും. ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ വേദികളിൽ ഇപ്പോൾ ആവേശത്തിന്റെ അലയൊലികളാണ്. എന്നാൽ ഈ ആവേശം കാണികളിലേക്ക് ഒട്ടും ചോർന്നു പോകാതെ എത്തിക്കുന്നത് അണിയറയിലെ അത്യാധുനിക ശബ്ദ സംവിധാനമാണ്. കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ അസീസ് സൗണ്ട്സാണ് സരസ് മേളയ്ക്ക് ഗംഭീരമായ ശബ്ദലയം ഒരുക്കിയിരിക്കുന്നത്. മേളയുടെ പ്രധാന വേദിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയിൽ 114 dB സി വെയ്റ്റഡ് ശബ്ദവിന്യാസമാണ് ഒരുക്കിയിരിക്കുന്നത്. ലോകോത്തരമായ RCF മൊഡ്യൂൾ സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. HDL50 വിഭാഗത്തിൽപ്പെട്ട 12 ടോപ്പ് സ്പീക്കറുകളും നെഞ്ചിടിപ്പേറ്റുന്ന ബേസിനായി 10 സബ്വൂഫറുകളും ഇവിടെ സജ്ജമാണ്. എത്ര ദൂരത്തിരിക്കുന്നവർക്കും ഒരുപോലെ വ്യക്തമായി കേൾക്കാവുന്ന ശബ്ദമാണ് വേദിയുടെ പ്രത്യേകത. രണ്ടാം വേദിയായ അമ്മു സ്വാമിനാഥനിലും ശബ്ദ സംവിധാനത്തിൽ വിട്ടുവീഴ്ചകളില്ല. 104 dBA വെയിറ്റിൽ ഒരുക്കിയ ഇവിടെ JBL സൗണ്ട് സിസ്റ്റമാണ് മാസ്മരികത തീർക്കുന്നത്. ഡിജികോ ക്വാണ്ടം 225 മിക്സർ യൂണിറ്റും RCF മോണിറ്ററും വഴി ശബ്ദത്തെ ഏറ്റവും കൃത്യതയോടെ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നു. ഓരോ കലാപ്രകടനങ്ങളുടെയും സ്വഭാവത്തിനനുസരിച്ച് ശബ്ദം നിയന്ത്രിക്കുന്നത് പ്രശസ്ത സൗണ്ട് എഞ്ചിനീയർ അജയ് ആണ്. കലാകാരന്മാരുടെ പ്രകടനത്തിന് മാറ്റുകൂട്ടാൻ അജയ്യുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം സദാ സജ്ജമാണ്. തടസ്സങ്ങളില്ലാത്ത വ്യക്തതയാർന്ന ഈ ശബ്ദാനുഭവം സരസ് മേളയ്ക്കെത്തുന്ന സന്ദർശകർക്കിടയിൽ വലിയ പ്രശംസയാണ് നേടുന്നത്. ഖൽബിലെ കരിമഷിക്കണ്ണാലെ പ്രപഞ്ചനാഥനെ തിരയുന്ന സൂഫി പ്രണയത്തിന്റെ ഇശലുകൾ ചാലിശ്ശേരിയുടെ മണ്ണിൽ പെയ്തിറങ്ങി. ദേശീയ സരസ് മേളയുടെ വേദിയിൽ ബിൻസിയും ഇമാമും ചേർന്ന് അവതരിപ്പിച്ച സൂഫി മിസ്റ്റിക് സംഗീത നിശ ആയിരക്കണക്കിന് സംഗീതാസ്വാദകർക്ക് ആത്മീയമായൊരു വിരുന്നായി മാറി. വെറും പാട്ടുകൾക്കപ്പുറം ഈശ്വരനിലേക്കുള്ള ദൂരത്തെ പ്രണയം കൊണ്ടളക്കുന്ന സൂഫി ദർശനത്തിന്റെ മാസ്മരികതയായിരുന്നു വേദിയിൽ. സംഗീതം ആത്മാവിന്റെ ഭാഷയാണെന്ന് വിളിച്ചോതിയ ബിൻസിയുടെയും ഇമാമിന്റെയും ശബ്ദം ചാലിശ്ശേരിയുടെ രാത്രിയെ ഭക്തിസാന്ദ്രമാക്കി. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തട്ടുന്ന വരികളും റൂമിയുടെ പ്രണയദർശനങ്ങളും കോർത്തിണക്കിയപ്പോൾ സദസ്സ് നിശബ്ദമായി ആ സംഗീതത്തിൽ അലിഞ്ഞുചേർന്നു. മേളയുടെ പ്രധാന ആകർഷണമായി മാറിയ ഈ പരിപാടി കാണാൻ വൈകിട്ട് മുതൽ തന്നെ വൻ ജനപ്രവാഹമാണ് അനുഭവപ്പെട്ടത്. കുടുംബശ്രീയുടെ കരുത്തറിയിക്കുന്ന വിപണനശാലകളിലെ രുചിവൈവിധ്യങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ജനസഞ്ചയം സൂഫി ഈശലുകൾക്ക് മുന്നിൽ തളച്ചിടപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളാണ് സംഗീതത്തിനൊപ്പം താളം പിടിച്ചത്. ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്കും തനത് കലകൾക്കും വേദിയൊരുക്കുന്ന സരസ് മേളയ്ക്ക് ബിൻസിയുടെയും ഇമാമിന്റെയും സാന്നിധ്യം പുത്തനുണർവാണ് നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. ഇതുവരെ കേട്ടറിയാത്തതും കണ്ടറിയാത്തതും രുചിച്ചറിയാത്തതുമായ രാജസ്ഥാനി വിഭവങ്ങളും പലഹാരങ്ങളും ഇനി തൃത്താലക്കാർക്ക് മനസ്സറിഞ്ഞ് ആസ്വദിക്കാം. ഗിരാജ് കൺവറും സംഘവുമാണ് രാജസ്ഥാനി വിഭവങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ സരസ് മേളയിലെത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ തനതു രുചിക്കൂട്ടുകൾ ചേർത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഓണിയൻ കച്ചോരി, പാവ് ബജ്ജി, ബഡ പാവ്, ദഹി ബഡ, ടിക്കി, ചാട്ട്, മധുര പലഹാരങ്ങളായ റബ്ദി ഗാവർ, ലസ്സി, കുൽഫി തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന വിഭവങ്ങൾ. ബാലാജി സ്വയം സഹായ സംഘത്തെ പ്രതിനിധീകരിച്ച് രാജസ്ഥാൻ ജയ്പൂർ ജില്ലയിൽ നിന്നുമെത്തിയ ഇവർ ആദ്യമായാണ് സരസ് മേളയിൽ പങ്കെടുക്കുന്നത്. രാജസ്ഥാൻ തനത് വിഭവങ്ങൾ ആസ്വദിക്കാനും പുതുരുചികൾ പരീക്ഷിക്കാനും തൃത്താലക്കാർക്ക് ഇനി സരസ് മേള സന്ദർശിച്ചാൽ മതി. ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേള തുടങ്ങി 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 1.5 കോടി രൂപയുടെ വിറ്റുവരവ് നേടി റെക്കോർഡ് നേട്ടം കൈവരിക്കുകയാണ് ഫുഡ് കോർട്ട്. 1,07,34,150 രൂപയുടെ വിറ്റുവരവാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഫുഡ് കോർട്ടിൽ നടന്നത്. അട്ടപ്പാടിയിൽ നിന്നുള്ള ചിക്കൻ വിഭവം വനസുന്ദരി വൻ ഹിറ്റായതോടെ കഴിഞ്ഞ ദിവസം മുതൽ ഇതിനായി മാത്രം ഒരു കൗണ്ടർ കൂടി വീണ്ടും തുറന്നിരുന്നു. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിരന്ന ഉൽപ്പന്ന പ്രദർശന വിപണന സ്റ്റാളിലും വിൽപ്പന പൊടിപൊടിച്ച ദിനമാണ്. ഉൽപ്പന്ന വൈവിധ്യങ്ങളും രുചികരമായ ഭക്ഷ്യവിഭവങ്ങളും കലാസാംസ്കാരിക പരിപാടികളും അറിയാനും ആസ്വദിക്കാനുമായി ആയിരക്കണക്കിന് ആളുകൾ സരസ് നഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം നൽകി. വിളയൂരിൽ നിന്നുമാണ് യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. സമസ്തയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കേരള മുസ്ലിം ജമാഅത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള യാത്ര നടത്തുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് യാത്ര. ജനുവരി 1 കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര മലപ്പുറം ജില്ലയിലെ സ്വീകരണത്തിന് ശേഷമാണ് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത്. വിളിയൂരിൽ നിന്നും യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. യാത്ര ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർക്ക് ഊഷ്മള വരവേൽപ്പാണ് വെളിയൂർ സെന്ററിൽ നൽകിയത്. സ്വീകരണ ചടങ്ങിൽ ഇരുവർക്കും നെൽക്കതിരുകൾ നൽകിയായിരുന്നു വരവേറ്റത്. തുടർന്ന് ജില്ലയിലെ പ്രധാന സ്വീകരണ കേന്ദ്രമായ ഒറ്റപ്പാലത്തേക്ക് യാത്ര തിരിച്ചു. വഴിനീളെ യാത്രയ്ക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വരവേൽപ്പും നൽകി. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നല്ലൊരു മണ്ണിന്റെ അഭിവാദ്യങ്ങൾ, നല്ലൊരു മണ്ണിന്റെ അഭിവാദ്യങ്ങൾ. ഞങ്ങളുടെ കരളിലെ നേതാക്കൾ, ഞങ്ങളുടെ കരളിലെ നേതാക്കൾ, ഞങ്ങളുടെ ഉള്ളിലെ രത്നങ്ങൾ, ഞങ്ങളുടെ ഉള്ളിലെ രത്നങ്ങൾ. കേരളയാത്ര അമരക്കാരെ, കേരളയാത്ര നായകരെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നല്ലൊരു മണ്ണിന്റെ അഭിവാദ്യങ്ങൾ, കേരളയാത്രക്ക് അഭിവാദ്യങ്ങൾ, കേരളയാത്ര നായകരെ. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരളയാത്രയുടെ ഭാഗമായി കൊപ്പം ആമയൂരിൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. മാനവിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംഗമം ചർച്ച ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരളയാത്രയുടെ ഭാഗമായാണ്
കൊപ്പം ആമയൂർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ച് സ്നേഹവിരുന്ന് ഒരുക്കിയത്. വിവിധ മേഖലകളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയായിരുന്നു നടന്നത്. മാനവിക സമൂഹം നേരിടുന്ന വർഗീയതയും ലഹരി ഉപയോഗങ്ങളുടെ അതിപ്രസരവും തന്നെയായിരുന്നു പ്രധാന ചർച്ച. ഇതോടൊപ്പം നാടിന്റെ പുരോഗതിക്കാവശ്യമായ വികസന ചർച്ചകളും നടന്നു. നീതിക്ക് വേണ്ടിയുള്ള വാദങ്ങളെ വർഗീയമായി കാണാനുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് വിട്ടി ബൽറാം സംഗമത്തിൽ സൂചിപ്പിച്ചു. പരസ്പര ബഹുമാനത്തെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ നമുക്ക് നീതിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീതിക്കൊപ്പം എന്നുള്ളതാണ്. ഇന്ന് ദൗർഭാഗ്യവശാൽ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള ഏതൊരു വാദത്തെയും വർഗീയമായി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതാണ്. ഒരു സമൂഹത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ, സാമുദായിക വിഭാഗത്തിന്റെ നീതിയുടെ ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വർഗീയമാണ്, അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിൽ മറ്റു ചില ആളുകൾ കുഴപ്പമുണ്ടാക്കുക. അവിടെ കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി അത് ശരിയാണോ തെറ്റാണോ, അവർ പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് പരിശോധിക്കാൻ തയ്യാറാകാതെ ആരാണ് പറയുന്നത് എന്ന് നോക്കി ചാപ്പ കുത്തുക എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് കേരളം മാറുക. സമീപകാലത്ത് പല സമുദായ നേതാക്കന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെയൊക്കെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായിട്ടുള്ള, അനഭീഷണീയമായിട്ടുള്ള പ്രവണതകളാണ്. വർഗീയതയെ നേരിടേണ്ടത് വർഗീയത കൊണ്ടല്ലെന്ന് സംഗമത്തിൽ സംസാരിച്ച CPM ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ വ്യാപിക്കാൻ ആവശ്യമായ വലിയ തയ്യാറെടുപ്പും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഗീയതയെ നേരിട്ടേ പറ്റും. ഈ വർഗീയത നേരിടാൻ ഒരു വൈക്കോ കൊണ്ട് കത്തുമ്പോൾ അത് കെടുത്താൻ ഒരു തീപ്പെട്ടിക്കോളി കൊണ്ട് ശരിയല്ല. അതിനെതിരായ എല്ലാവരും ചേർന്നുകൊണ്ട് ആ വർഗീയത നേരിടണം. വർഗീയത കൊണ്ട് നേരിടാൻ പാടില്ല. അപ്പൊ ആ വർഗീയത അടിത്തട്ട് വരെ വ്യാപിക്കാൻ പോകുമ്പോൾ അടിത്തട്ട് വരെ എല്ലാവരും ചേർന്നുകൊണ്ട് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന, നാളെ ജനിക്കാൻ പോകുന്ന മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് വർഗീയത നേരിടണം. ഇതുപോലെ തന്നെയാണ് ലഹരി, മദ്യം, അതിലേറെ അപകടകരമായ മയക്കുമരുന്ന്, ഇതിനെ നേരിടണം. ഇതിനെ മൊത്തത്തിൽ നേരിടാൻ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ജനകീയാസൂത്രണത്തിൻ്റെ പാഠമുണ്ട്, അതുപോലെ തന്നെ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ പാഠമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് അടിത്തട്ട് വരെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച പരിചയം നമുക്കുണ്ട്. അങ്ങനെ എല്ലാവരും അടിത്തട്ട് മുതൽ, സമൂഹത്തിന്റെ അടിത്തട്ട് മുതൽ മേലെ വരെ എല്ലാ നന്മ ആഗ്രഹിക്കുന്ന ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് അത്തരം ഒരു പ്രസ്ഥാനം. സംസ്ഥാനത്തെ പുതിയ ജില്ലകളുടെ ആവശ്യകത ഉൾപ്പെടെയുള്ള വികസന ചർച്ചയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. മുൻ MLA CP മുഹമ്മദ്, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീരടി സുധാകരൻ, കുർക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മയിൽ വിളയൂർ, റിയാസ് മുക്കോളി, OK ഫാറൂഖ്, PKM ഷെഫീഖ്, KP നൌഫൽ, മുസ്തഫ തങ്ങൾ, ഉമ്മർ മദനി വിളയൂർ, സിദ്ദിഖ് ഫൈസി, റഹ്മത്തുള്ള സക്കാഫി എളമരം എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. സമത്വമല്ല നീതിയാണ് നമ്മുടെ ആവശ്യമെന്ന് സംഗമത്തിൽ മറുപടി പ്രസംഗം നടത്തിയ കേരളയാത്രയുടെ ഉപനായകൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽബുഖാരി പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നീതി നടപ്പാക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഞങ്ങൾക്ക് ജില്ല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞങ്ങൾക്ക് നീതി വേണം എന്നൊരു നിർബന്ധമേ ഉള്ളൂ. 8 ലക്ഷം ആളുകളുടെ ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ്, അതിൻ്റെ 5 ഇരട്ടി ആളുകളുള്ള 50 ലക്ഷം ആളുകളുള്ള ജില്ലക്കും ഒരു മെഡിക്കൽ കോളേജ്. ഇതെന്ത് രീതിയാണ്? സമത്വമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ നീതിയാണ് അവകാശപ്പെടുന്നത്. അത് നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുക? വ്യത്യസ്തത വേണം, പക്ഷേ വിവേചനം പാടില്ല. സ്വാഭാവികമായി വ്യത്യസ്തത ഉണ്ടായി. ഇവിടെ ഞങ്ങൾ പറയാനുള്ളത് മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾ ഏകീകരിച്ചുകൊണ്ട് എത്ര ജനങ്ങളുണ്ട്, പോപ്പുലേഷനുണ്ട്. ഉദാഹരണത്തിന് 400 പൗരന്മാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണമെന്ന്, 600 പൗരന്മാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് ഇവിടുത്തെ നിയമം. നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം, എന്നത് ഇപ്പോൾ ആ ഭാഗത്തേക്ക് നടക്കുന്നില്ല. എന്ന പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള ജനങ്ങളുടെ കണക്കെടുത്ത്, പൗരന്മാരെ കണക്കെടുത്ത് ആ പൗരന്മാർക്ക് കിട്ടേണ്ട നീതി ആരോഗ്യ മേഖലയിൽ പാലക്കാടിന്റെ ദൈർഘ്യം എത്രയാണ്, മലപ്പുറം ജില്ലയുടെ ദൈർഘ്യം എത്രയാണ്? ഒരു രോഗി ഒരറ്റത്ത് ഈ ജില്ലയിലേക്ക് എത്തുമ്പോഴേക്ക് മരിച്ചു പോകുന്ന അവസ്ഥകൾ. അപ്പോൾ ഇവിടെ പരിശോധിക്കേണ്ടത്, ഒന്നുകൂടി പറഞ്ഞാൽ നിർത്താം, കുറേ പറയണമെന്ന് എനിക്കുണ്ട്. മലപ്പുറം ജില്ലയിൽ രൂപീകരിക്കുന്ന സമയത്ത്
അല്ല 1980 രൂപീകരിക്കുന്ന സമയത്ത് 1980 2.5 കോടി ജനങ്ങളായിരുന്നു. ജില്ല രൂപീകരിക്കുന്ന സമയത്ത് അവിടെ കൂടി നോക്കുകയാണ്. ഇപ്പൊ അതേ സ്ഥാനത്ത് 3,54,00,000 ആളുകൾ. ഈ ജില്ലകൾ രൂപീകരണത്തിന് ശേഷം മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.